നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ഈവനിംഗിലേക്ക്. മലയാളികളുടെ കൈ പൊള്ളിച്ച് വിലക്കയറ്റം അതിരൂക്ഷമായി കുതിച്ചുയരുകയാണ്. 35 രൂപ മാത്രം ഉണ്ടായിരുന്ന തക്കാളിക്ക് ഇപ്പോൾ കിലോയ്ക്ക് വില സെഞ്ചുറിയിലേക്ക് അടുക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തക്കാളിയുടെ വില 100 രൂപയ്ക്ക് അരികെ എത്തി. ഇഞ്ചിക്ക് കിലോ 240 രൂപയായി. 26 രൂപയുണ്ടായിരുന്ന സവാളയുടെ വില 40-ൽ എത്തി നിൽക്കുമ്പോൾ ചെറിയ ഉള്ളിയുടെ വില 120-ലുമാണ്. 1 കിലോ മത്തിയുടെ വില 400 കടന്നു. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പഴവും പച്ചക്കറിയും വാങ്ങിയാൽ തന്നെ പോക്കറ്റ് കീറുന്ന അവസ്ഥയാണ് മലയാളികൾക്ക് ഇന്ന്. വിപണിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമവും ശാസ്ത്രീയവുമായ ഇടപെടൽ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ന്യൂസ് ഈവനിംഗ് ഈ വിഷയം പരിശോധിക്കുകയാണ്. വിപണിയിലെ തീ വിലക്ക് ആരാണ് ഉത്തരവാദി? സ്വാഗതം. സംസ്ഥാനത്ത് പച്ചക്കറി വില ഉയരുന്നത് ദിനം പ്രതിയാണ്. എറണാകുളത്ത് തക്കാളിയുടെ വില 100 കടന്നിരിക്കുന്നു. തലസ്ഥാനത്തും കോഴിക്കോടും 100-നരികെ എത്തിയിട്ടുണ്ട് 1 കിലോ തക്കാളിയുടെ വില. തമിഴ്നാട്, ഹോസ്ദുർഗ് എന്നിവിടങ്ങളിൽ ഉൽപ്പാദനം കുറഞ്ഞതും മഴക്കെടുതിയുമാണ് പച്ചക്കറിയുടെ വില ഇതുപോലെ ഉയരാൻ കാരണമായിട്ടുള്ളതെന്നാണ് പൊതുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ ഓരോ വിപണിയിൽ എങ്ങനെയാണ് ഈ വിലക്കയറ്റം എത്രത്തോളം വിപണിയിലെത്തുന്ന സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്നുണ്ട്, അവരുടെ കുടുംബ ബജറ്റിനെ അതെങ്ങനെ താറുമാറാക്കുന്നു, അട്ടിമറിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എറണാകുളത്തെ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് വിഷ്ണു സുരേഷ് ഉണ്ട്. കോഴിക്കോട്ട് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് രാഹുൽ സുരേഷാണ്. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ നമ്മളോടൊപ്പമുണ്ട്. ആദ്യം വിഷ്ണു സുരേഷിലേക്ക്. വിഷ്ണു, എറണാകുളത്ത് പൊതുവേ നമ്മൾ പറയുക ഈ സാധാരണ തന്നെ ഈ പഴത്തിനും പച്ചക്കറിക്കും അതുപോലെ തന്നെ ഈ മാംസത്തിനുമൊക്കെ വില കൂടുന്ന പല സമയങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ തന്നെ മറ്റ് ഇടങ്ങളെ അപേക്ഷിച്ച് എറണാകുളത്ത് വില ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നമുക്ക് പൊള്ളുന്ന വില എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് പച്ചക്കറിയുടെ വില മാറിയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയുടെ ഒക്കെ വില 30 രൂപ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 30-35 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 100 രൂപയായിട്ടുണ്ട്. എന്താണ് നിലവിൽ ഈ പച്ചക്കറി വില കൂടിയതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ പറയുന്നത്? അവിടെ വരുന്ന ആളുകൾക്ക് അവരുടെ അഭിപ്രായം എന്താണ്? ഗോപി, സാധാരണഗതിയിൽ എറണാകുളം മാർക്കറ്റിൽ ഈ സമയം നടക്കാൻ പറ്റാത്തത്ര തിരക്കുണ്ടാകേണ്ടതാണ്. പക്ഷേ ഇന്നല്ല കുറച്ച് ദിവസങ്ങളായി മാർക്കറ്റ് ഇത്തരത്തിൽ വിജനമാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വിലക്കയറ്റം തന്നെയാണ്. സാധാരണക്കാർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഒരു മാർക്കറ്റാണ്. പക്ഷെ അവർക്ക് പോലും ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ ഇത്തരത്തിൽ വിലക്കയറ്റം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഈ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഉൽപ്പാദനം കുറയുകയും അത് ഈ വിപണിയെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വിലവർദ്ധനവിന് പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് പറയാൻ സാധിക്കുക. ഈ കടക്കാരോട് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, വില കാര്യമായി വർധനവ് സംഭവിച്ചിട്ടുണ്ടോ? എന്തിനൊക്കെയാണ് പ്രധാനമായിട്ട് വില കൂടിയിരിക്കുന്നത്? തക്കാളി ഉണ്ട്, പിന്നെ കിഴങ്ങ്, വേറെ അങ്ങനെ ചില ഐറ്റം കുറവുണ്ട്. സാധാരണഗതിയിൽ ഈ സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്രയും വില ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ, ഇത്രയും വില ഉണ്ടായില്ല. എന്താണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം? ഈ തമിഴ്നാട്ടിൽ നിന്ന് വരവ് കുറഞ്ഞാണോ? അവിടെ വില കൂടുതലാണ്, അതുകൊണ്ടിട്ടാണ്. തമിഴ്നാട്ടിൽ വില കൂടുതലാണ്. അപ്പോൾ കുറച്ച് സാധനമാണ് വരുത്തണം, അല്ലാണ്ട് ഇവിടെ കൂടണതിൻ്റെ അല്ല. അവിടെ നിന്ന് തന്നെ വരുന്നത് വില കൂടിയ വന്ന. സാധാരണ ഈ സമയത്തൊക്കെ മാർക്കറ്റിൽ ഭയങ്കര തിരക്കുണ്ടാവേണ്ടതാ. ഇത് ആരും ഇല്ല, ആൾക്കാരുടെ കാശില്ല, അത് ആയിരിക്കണം. കാശ് കുറവല്ലേ, അതാണ് ഈ ആളുകൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ പ്രധാനമായി ആശ്രയിക്കുന്നത് അതാണ്. അതുകൊണ്ട് പച്ചക്കറിയാണ് പ്രധാനമായി എറണാകുളം മാർക്കറ്റിലെ കച്ചവടക്കാരൊക്കെ ആശ്രയിക്കുന്നത്. ഇവിടെ നിന്നാണ് എറണാകുളത്തെ പല ചെറിയ കടകളിലേക്കുമെല്ലാം പച്ചക്കറികളൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ ആളുകൾ വലിയ രീതിയിൽ കുറവ് സംഭവിക്കുന്നു, പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ വ്യാപാരികൾ എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും പൊള്ളുന്ന വില ഉണ്ടാകാനുള്ള കാരണം? തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ കുറവ് ഏകദേശം 60% പച്ചക്കറികളുടെ കുറവ് അല്ലെങ്കിൽ വരവ് അത്രയും ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ താരതമ്യം ചെയ്തു. പ്രധാനമായും അവിടെ ഉൽപ്പാദനം കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത്. ചേട്ടാ, വലിയ വിലക്കയറ്റം കാര്യമായിട്ടുണ്ടോ? കാര്യമായ വിലക്കയറ്റം ഉണ്ട്. അത് പ്രധാനമായി പച്ചക്കറി വരവ് കുറഞ്ഞത് തന്നെയാണ് അതിന്റെ പ്രതിസന്ധിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ചേട്ടാ കാര്യമായിട്ട് വിലക്കയറ്റം ഉണ്ടോ? സാധാരണ ഇതിൽ അത്ര വലിയ വിലക്കയറ്റമൊന്നുമില്ല. തക്കാളിക്കൊക്കെ കാര്യമായിട്ട് തക്കാളിയൊക്കെ ഇപ്പൊ 2 ദിവസമല്ലേ വില കൂടിയിട്ട്. എത്രയായിട്ടുണ്ട്? അപ്പൊ 80 രൂപയൊക്കെ വിൽക്കണ്ടായിരുന്നു ഇവിടെ. ബീൻസിന് 150-ലേക്ക് 120 രൂപയൊക്കെ വിൽക്കുക. നേരത്തെ എത്ര ഉണ്ടായിരുന്നു? നേരത്തെ 160 രൂപയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ വില കുറഞ്ഞു.
അതേ കാറ്റ് 40 രൂപയ്ക്ക് വിൽക്കണം, വെണ്ടക്ക 40 രൂപയ്ക്ക് വിൽക്കണം, അച്ചിങ്ങ 50 രൂപയ്ക്ക് വിൽക്കണം. ആൾക്കാർ സാധാരണഗതിയിൽ ഈ സമയത്ത് വലിയ തിരക്കുണ്ടാവേണ്ടതാ, വലിയ കുറവാ. ഇപ്പം സാധനം വില കുറഞ്ഞാൽ ആൾക്കാർ വരും, വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കണം. എന്താണ് ഇത്ര ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വരെ കുറഞ്ഞിട്ടുണ്ടോ? കുറഞ്ഞ തന്നെയാണ് അതിൻ്റെ വില. സാധനം ഇപ്പോൾ കുറവാ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ അടുത്ത് എല്ലാവർക്കും വേണമല്ലോ ഇത്, അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. അല്ലാണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്രതിസന്ധി. ഈ പച്ചക്കറി വാങ്ങാൻ വരുന്ന ആൾക്കാരോട് കൂടി ചോദിച്ചു നോക്കൂ വിഷ്ണു, അവർക്ക് എന്താണ് പറയാനുള്ളത്? നിലവിൽ ഇവിടെ പച്ചക്കറി വാങ്ങാനെത്തുന്ന ആൾക്കാർ കാര്യമായി ഇല്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. പല കടകളിലും ഒഴിഞ്ഞ് കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നമ്മൾ ഉച്ച മുതൽ ഇവിടെ ഉണ്ട്, വലിയൊരു തിരക്ക് എങ്ങും അനുഭവപ്പെടുന്നില്ല. അതെ, വ്യാപാരികളിൽ ചിലർ പറയുന്നത് അത്രയ്ക്കൊന്നും വിലക്കയറ്റമില്ല എന്നാണ്. പക്ഷെ തക്കാളിക്ക് 100 രൂപ വരെ ഉയർന്നത് ഒരുപക്ഷെ വ്യാപാരി അറിഞ്ഞില്ല എന്തോ. അദ്ദേഹം പറയുന്നത് ഒന്നും വലിയ വിലക്കയറ്റമല്ല എന്നാണ്. ഏതായാലും എറണാകുളം പച്ചക്കറി മാർക്കറ്റിൽ സാധാരണ ഉണ്ടാകുന്ന തിരക്കില്ല, ആളുകൾ സാധനങ്ങൾ പച്ചക്കറി വാങ്ങാൻ വരുന്നില്ല എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് ഇപ്പോൾ എറണാകുളത്തെ ഒരു പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് നമ്മളോട് പറയുന്നത്. കോഴിക്കോട്ട് നിന്ന് രാഹുൽ സുരേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ഈ പച്ചക്കറി ഒഴിവാക്കി മത്സ്യമോ മാംസമോ കഴിക്കാമെന്ന് വിചാരിച്ചാൽ, അത് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയാൽ അതിനും തീ വിലയാണ്. ഇപ്പോൾ മത്തിക്കൊക്കെ കിലോയ്ക്ക് 40 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും മാംസത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. അപ്പോൾ ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ആളുകൾക്ക് വാങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. കോഴിക്കോട്ട് എന്താണ് അവസ്ഥ? ഗോപി, തെക്കൻ കേരളത്തെയും മധ്യ കേരളത്തെയും അപേക്ഷിച്ച് കോഴിക്കോട് പച്ചക്കറിക്ക് അല്പം വില കുറവാണ് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലാണ്. സെൻട്രൽ മാർക്കറ്റിലെ വില വിവരം പരിശോധിക്കുകയാണെങ്കിൽ തക്കാളിക്ക് 70 രൂപ മുതൽ 75 രൂപ വരെയാണ് വില. മുരിങ്ങയ്ക്ക് 300 രൂപ, ബീൻസ് 100 രൂപ, പച്ചമുളക് 100 രൂപ, ക്യാരറ്റ് 60 രൂപ, കിഴങ്ങ് 40 രൂപ, പയർ 70 രൂപ, സവാള 40 രൂപ, ഉള്ളി 40 രൂപ, വെളുത്തുള്ളി 180 രൂപ, ഇഞ്ചിക്ക് 140 രൂപ. ഇങ്ങനെയാണ് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലെ വില വിവരം. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലാണ് അല്പമെങ്കിലും വില കുറവുള്ളത്. നമ്മൾ വർഷങ്ങളായി ഇവിടെ വ്യാപാരം നടത്തുന്ന ഒരു വ്യാപാരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പൊ എന്താണ് ഇങ്ങനെ ഈ വില അല്പം വർദ്ധിക്കാൻ കാരണം? എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവുന്നതാണോ? എല്ലാ വർഷവും ഉണ്ടാവും. ഒരു സീസൺ കുറയുമ്പോൾ എല്ലാ വർഷത്തിലും വരും. അത് കഴിഞ്ഞ് വില കുറയുമ്പോൾ ജനങ്ങൾക്ക് അത് മറന്നും പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരുന്നത് കുറയുന്നതാണോ പ്രശ്നം? തമിഴ്നാട്ടിൽ നിന്നോ എല്ലായിടത്തും വരുന്ന സ്ഥലത്തു നിന്നൊക്കെ പച്ചക്കറി ഇല്ലാതായാണ്. മഴ പ്രശ്നമാണ്, ഇതൊക്കെ പ്രശ്നമാണ്. പിന്നെ സാധനം ഇപ്പം കുറേ ആയിട്ട് പല പ്രശ്നങ്ങളും വന്നു പോയതല്ല, അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഇല്ലാതാവുകയാണ്. ഈ ആൾക്കാർ വാങ്ങുന്നത് കുറയ്ക്കുന്നുണ്ടോ അളവ്? ഇല്ലല്ല, അത് നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അത് ഇനി എന്ത് വില ആയാലും ജനങ്ങൾക്ക് തിന്നാതൊക്കെ കഴിയില്ലല്ലോ. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഓരോ വാങ്ങുന്നുണ്ട്. അങ്ങനെയല്ലോ ഇപ്പം എന്തിനാ വില ഇല്ലാത്ത എല്ലാ സാധനവും വിലയാണ്, നല്ല വില കൂടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു വ്യാപാരിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. അതായത് സാധനങ്ങൾ ആളുകൾ വാങ്ങാൻ വരുന്നതും കാര്യമായ കുറവില്ല എന്ന് തന്നെ പറയുന്നു. എല്ലാ വർഷവും സമാനമായ രീതിയിൽ പച്ചക്കറി വില വർദ്ധിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ചില ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോവുകയാണെങ്കിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കിയേ. ചേട്ടാ, പച്ചക്കറി ഇല്ല, അത് തന്നെയാണ്. ഈ ചേട്ടാ പച്ചക്കറി വാങ്ങാൻ വന്നതല്ലേ, ഇപ്പോൾ എങ്ങനെയാണ് വില വിവരമൊക്കെ ചോദിച്ചപ്പോൾ എന്താണ് പറയുന്നത്? വില കൂടുതലാണ് താരതമ്യം നോക്കുമ്പോൾ. വാങ്ങുന്ന അളവ് കുറയ്ക്കുകയാണ്, അതുകൊണ്ട് വാങ്ങുന്ന അളവ് കുറയ്ക്കാൻ പറ്റില്ല, ആവശ്യം നടക്കണ്ടേ. കാര്യമായ തിരക്ക് ഇപ്പോൾ സെൻട്രൽ മാർക്കറ്റിൽ ഇല്ല. സ്വാഭാവികമായും വൈകുന്നേര സമയമായതുകൊണ്ട് വലിയ തിരക്കില്ല എന്നാണ് പറയുന്നത്. നമുക്കിനി മത്സ്യത്തിന്റെ വില വിവരത്തിലേക്ക് പോവുകയാണെങ്കിൽ മത്തിയാണ് ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ച് നിൽക്കുന്നത്. സെൻട്രൽ മാർക്കറ്റിലും ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ മത്സ്യ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് മത്സ്യത്തിന്റെ വില പരിശോധിക്കുകയാണെങ്കിൽ മത്തിക്ക് കോഴിക്കോട്ടെ വില ഇന്നത്തെ വില 300 രൂപയാണ്, അയലയ്ക്ക് 190 രൂപയാണ്, കോരമീന് 160, ആവോലി 700, പപ്പൻസ് 400. അങ്ങനെയാണ് കോഴിക്കോട്ടെ വില വിവരം. ഈ ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് അല്പം വില വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താ നല്ല വില ഇപ്പോ? പിന്നെ മീനിന്റെ കല്ല 160 റുപ്യ അതിൽ വെക്കണത്, ഇത് കിലോ 100 റുപ്യ വെക്കണത്. മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കോഴിക്കോട് വില കുറവാണല്ലേ? പിന്നല്ലാതെ ഭയങ്കര വില കുറവാണ്, നല്ല വില കുറവുണ്ട് ഇവിടെ. അതാണ് മത്സ്യം വിൽക്കുന്ന ആളുകളുടെ പ്രതികരണം. എന്താണെങ്കിലും മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച് വില അല്പം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ പല വിധത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ മത്സ്യവുമായി ബന്ധപ്പെട്ടും പച്ചക്കറിയുമായി ബന്ധപ്പെട്ടും നമ്മൾ കേട്ടത്. ഗോപി, ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ ഉണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, തിരുവനന്തപുരത്ത് എന്താണ് സാഹചര്യം? വിലക്കയറ്റം എത്രത്തോളം രൂക്ഷമാണ് തിരുവനന്തപുരത്ത്? ഈ സപ്ലൈകോയുടെ സ്റ്റാളുകളിൽ പോലും ഈ അറകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിരുന്നു. എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം?
ഗോപി, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായ ചാല മാർക്കറ്റിലാണ്. ഇവിടെയും ഈ പറയുന്ന കഴിഞ്ഞ ദിവസമായി പച്ചക്കറികൾക്ക് വലിയ രീതിയിൽ വില ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ തക്കാളിയുടെ വിലയാണ്. തക്കാളി ഒരാഴ്ച മുമ്പ് തക്കാളിയുടെ വില 60 രൂപയായിരുന്നു. പക്ഷേ അതിപ്പോൾ 80ലേക്ക് മാറിയിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും തക്കാളിയുടെ വില വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യാപാരികളും അതുപോലെ തന്നെ ഇവിടെ ഈ സാധനങ്ങൾ വാങ്ങാനായി ഇവിടെ എത്തുന്ന ആളുകളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഈ ഹോർട്ടികോർപ്പ് ഉൾപ്പെടെ സർക്കാരിൻ്റെ ഹോർട്ടികോർപ്പ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെടണം. അതിൽ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ തക്കാളി മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട മറ്റ് പച്ചക്കറികളായ മുരിങ്ങക്കായ ഉൾപ്പെടെ മുരിങ്ങക്കായ്ക്ക് 200 രൂപ വരെ ആയി ഉയർന്നിട്ടുണ്ടെന്നുള്ളതാണ് വ്യാപാരികൾ പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രധാനമായും നമ്മൾ ഒരു വീടിനാവശ്യമായ പ്രധാനപ്പെട്ട പച്ചക്കറിക്കെല്ലാം ഇത്തരത്തിൽ വില ഉയരുന്നൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നമ്മെ ഈ വില കൂടുതലാണ്, തക്കാളിക്കൊക്കെ ഭയങ്കര വില. മോനെ, തക്കാളിയുടെ വില മാത്രം അറിഞ്ഞാൽ പോരല്ല, മറ്റുള്ള സാധനത്തിൻ്റെ വിലകളെല്ലാം അറിയണ്ടേ? സാധാരണക്കാർക്ക് എല്ലാ സാധനവും വാങ്ങണമല്ലോ. തക്കാളി മാത്രം വാങ്ങിച്ചാൽ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റും? തക്കാളി മാത്രം വാങ്ങി ഇല്ല, സകല സാധനവും വില കുറവുണ്ട്. തക്കാളി മാത്രം ശകലം വില കൂടെ, അത് മഴവെള്ളം വീഴുന്നതിലാണ് ഈ തക്കാളിയുടെ ഇത്. അമിതമായ മഴ പെയ്തത് കൊണ്ടാണ് തക്കാളിയുടെ വില ശകലം കൂടി നിൽക്കുന്നത്. എറണാകുളത്ത് 100 തക്കാളിയുടെ വില മാത്രമല്ലേ, മറ്റുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ നിത്യോപയോഗത്തിന് ദിവസേനയും കഴിച്ചു കൂട്ടിക്കൂടെ? ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നതാണ്. മറ്റുള്ള സാധനം ആൾക്കാരുടെ കാര്യം നമുക്ക് ചോദിക്കാൻ പറ്റുമോ? തക്കാളി ഇതാ ഞാൻ 60 രൂപയ്ക്ക് തക്കാളി കൊടുക്കണം, ഇത് 75 കൊടുക്കണം, 70 രൂപയ്ക്ക് കൊടുക്കണം. പിന്നെ ചില കടകളിൽ 80 രൂപ വിൽക്കുന്നുണ്ട്. അത് ശരിയാണ്. മറ്റുള്ള സാധനം ഇതാ ക്യാരറ്റ് 20 രൂപ, വെണ്ടയ്ക്ക 20 രൂപ, കത്തിരിക്ക 30 രൂപ, അമരയ്ക്ക 40 രൂപ. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് കറി വെച്ച് കഴിച്ചുകൂടെ? അങ്ങനെയാണ് അമ്മ പറയുന്നത്. അമ്മ അങ്ങനെ പറയുള്ളൂ. ഈ മുരിങ്ങയ്ക്ക ഇന്ന് മാത്രമാണ് 160, 200 രൂപയൊന്നും ഇല്ല. മുരിങ്ങയ്ക്ക 160 രൂപ രാവിലെ ആയിരുന്നു. 140 രൂപയ്ക്ക് ഉണ്ടായിരുന്നു 100. അത് ഈ സെയിൽസിന് പറയുന്നതാണ്. അതായത് അവർ ഈ ടി വിക്കാർ വരുമ്പോൾ അവരുടെ ഒരു ഇതിന് വേണ്ടി, ക്രെഡിറ്റിന് വേണ്ടി പറയുന്നതാണ്. അല്ല, രാവിലെ 150 രൂപയ്ക്ക് ഞാൻ മുരിങ്ങയ്ക്ക വാങ്ങിച്ച് കൊടുത്തു. 150, വേറെ ഒരു കടയൊന്നും അല്ല, ഇത് ആ ഹോൾസെയിൽ കടയിൽ നിന്ന് 5 കിലോ മുരിങ്ങയ്ക്ക 750 രൂപയ്ക്ക് വാങ്ങി ഞാൻ ഇവിടെ വെച്ച് വിറ്റ്. അതാണ് അതിലുള്ള കാര്യം. ഞാൻ അങ്ങനെ വിൽക്കുന്നതാണ്. ഞാൻ എല്ലായിടത്തും നോക്കി ചെന്ന് സാധനം എടുക്കുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ്. മനസ്സിലായില്ലേ? ഇത്തരത്തിലാണ്. അതായത് വ്യാപാരികൾ ഏറ്റവും പ്രധാനമായും പറയുന്നത് തക്കാളിക്കാണ് ഇപ്പോൾ നിലവിൽ വില ഉയർന്നു നിൽക്കുന്നത്. അത് ഈ പറയുന്ന മറ്റ് നമ്മുടെ ഈ അയൽ സംസ്ഥാനങ്ങളിലെ കൃഷി, അത് ഈ മഴ കാരണമുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇവിടേക്ക് സാധനങ്ങൾ എത്തുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകൾ, അതൊക്കെ കാരണമാണ് ഇത്തരത്തിൽ തക്കാളിക്ക് വലിയ രീതിയിൽ വില ഉയരാനുള്ള കാരണം എന്നാണ് പറയുന്നത്. എന്തായാലും ഓരോ ദിവസം കഴിയുന്നതോറും തക്കാളിയുടെ വില വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം മറ്റ് പച്ചക്കറികളുടെ വിലയും ഈ ചെറിയ തോതിൽ ഓരോ ദിവസം കഴിയുന്നതോറും ഉയർന്നു വരുന്നുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ഏതായാലും 3 ഇടങ്ങളിൽ നിന്ന്, പ്രധാനമായിട്ടും കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടും തിരുവനന്തപുരത്തു നിന്നുമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകിയത്. തക്കാളിയുടെ വില മാത്രമല്ല, മറ്റ് പല വെജിറ്റബിൾസിൻ്റെയും, അതായത് പച്ചക്കറിയുടെയും ഇനങ്ങളുടെയും വില ഉയർന്നിട്ടുണ്ട്. എന്നാൽ അത് പൊതുവായിട്ട് എല്ലാത്തിൻ്റെയും വില ഒരുപോലെ കുതിച്ചുയർന്നിട്ടില്ല എന്നത് മാത്രമാണ്. അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെയും മാംസത്തിനും ഒക്കെ വില ഉയരുന്ന സാഹചര്യമുണ്ട്. അത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്നതാണ്. എങ്ങനെയാണ് ജനങ്ങൾ, ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതുവരെ കൂടുതലായിട്ടും വ്യാപാരികൾ അവർ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഇല്ല എന്ന് പറയുന്നതാണ്. പക്ഷേ ജനം വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്നുണ്ടോ? അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. മാർക്കറ്റ് ദയനീയമാണ്. മാർക്കറ്റിൽ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നില്ല, മാർക്കറ്റിലേക്ക് വന്നില്ല ജനങ്ങൾ മേടിക്കാൻ വേണ്ടി. കാരണം വിലക്കയറ്റം. സാധാരണ ജനങ്ങൾക്ക് പണിയില്ല, പണിയുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി വരുള്ളൂ. നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വരുന്നത്. അല്ലാതെ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ മാളുകളിലേക്ക് പോകണം. വീട്ടിൽ ഫുള്ള് വെയിറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വന്നാൽ ഇങ്ങനെ വാങ്ങിപ്പോൾ, പക്ഷെ ഇപ്പോൾ നല്ല വിലയാണ് എല്ലാത്തിനും വില. അപ്പം ചുരുക്കി ചിലവാക്കാൻ വേണ്ടി ഭാര്യമാരോട് പറയും, പക്ഷെ അവരത് ശീലിക്കുന്നില്ല. അതിന് അഭിപ്രായമില്ല. കാരണം എന്താ അറിയോ, ഇവിടെ 800 രൂപ 900 രൂപ കൂലി ഇട്ടുന്നവന് വീട്ടിൽ പോകുമ്പോൾ സാധനമൊക്കെ വാങ്ങി കഴിയുമ്പോൾ അവൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ 1 കിലോ മത്തിക്ക് 300 രൂപ ഇവിടെ നിലവാരാ. പച്ചക്കറിക്ക് വെച്ചാൽ അതിനെക്കാട്ടിയും വലിയ വില. നമ്മൾ സഹിക്കുക, അത്രയേ ഉള്ളൂ. ഇത് ചെയ്യുന്നിട്ട് പച്ചക്കറി ഇപ്പം തീപിടിച്ച വിലയാണ് എല്ലാ സാധനത്തിനും. നമ്മൾ സാധാരണപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഒന്നാമത് തൊഴിൽ കുറവായിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായിട്ട് എല്ലാവരും ഞെരുക്കത്തിലാണ്. സർക്കാർ ഇതിനൊരു കൃത്യമായ ഒരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. വിലക്കയറ്റമുണ്ട് തീർച്ചയായിട്ടും. ഞാൻ പകുതി വാങ്ങിച്ചുള്ളൂ. കഴിഞ്ഞ തവണ 5 തവണ വന്നെങ്കിൽ ഇത്തവണ 2 തവണ വന്നിട്ടുണ്ടാവുള്ളൂ. ശരി, ഇതാണ് ജനങ്ങളുടെ പ്രതികരണം. നമ്മൾ വ്യാപാരികൾ പറഞ്ഞതുപോലെയല്ല, ജനങ്ങളെ സംബന്ധിച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവർക്ക് വിലക്കയറ്റമുണ്ട്. അത് കുടുംബ ബജറ്റിനെ താറുമാറാക്കും എന്ന ആശങ്ക അവർക്കുണ്ട്. വിലക്കയറ്റത്തിൽ ഇന്ന് ന്യൂസ് ഈവനിംഗ് ചർച്ച നടത്തുന്നത് ഈ സന്ദർഭത്തിലാണ്. പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ, ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രീമതി ലൈസ സെബാസ്റ്റ്യൻ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ രാജേഷ് എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്.
ശ്രീ ഡിജോ കാപ്പൻ, ഇപ്പോൾ ഈ പലതരത്തിലാണ് നമ്മളിപ്പോൾ ആളുകളുടെ പ്രതികരണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വിലക്കയറ്റമുണ്ട്, പൊള്ളുന്ന വിലയാണ്. അതിപ്പോൾ തക്കാളിയുടെ മാത്രമല്ല, ഏത് ഈ പച്ചക്കറി എടുക്കാൻ ചെന്നാലും വിലയുണ്ട്. ഇനി മത്സ്യം വാങ്ങിക്കാം, മാംസം വാങ്ങിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ അതിനും വിലയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വിലക്കയറ്റമുള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ വിലക്കയറ്റം ഇങ്ങനെ ഉണ്ടാകുന്നത്? അതിപ്പോൾ ഇവർ പറയുന്ന കാരണങ്ങൾ, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരേണ്ട ലോഡ് വരുന്നില്ല, അവിടെ മഴയാണ്, ആവശ്യത്തിന് ഉൽപ്പാദനമില്ല. കർണാടകത്തിൽ നിന്ന് വരേണ്ട ലോഡ് വരുന്നില്ല, അവിടെ മറ്റു പല പ്രശ്നങ്ങളുമാണെന്നതാണ്. അപ്പോൾ ഇതൊരു ഉപഭോഗ സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് ഇതര സംസ്ഥാനങ്ങൾ ആശ്രയിച്ച് മാത്രം നിലനിൽക്കേണ്ടി വരുന്നത് കൊണ്ടാണോ ഈ വിലക്കയറ്റം? ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഉറപ്പായിട്ടും അത് തന്നെയാണ്. അതായത് നമ്മുടെ ഇവിടെ ഉൽപ്പാദനമില്ല. ഇവിടുത്തെ പച്ചക്കറിയുടെയൊക്കെ അതിൻ്റെ ഒരു 10% മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് നോക്കിയിരിക്കുക. അപ്പം 4 മാസം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വന്നുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി, അതുകൊണ്ട് കൃഷി നശിച്ചുപോയി, അത് കാരണം വില കൂടുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു അവിടെ കൃഷി പുതിയതായിട്ട് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് വീണ്ടും വില കൂടുക. ഇപ്പം നമ്മളിവിടെ തക്കാളിയുടെയൊക്കെ വില പറഞ്ഞത്, ഇപ്പം പച്ചമുളക് എന്ന് പറയും തക്കാളിക്ക് രുചിക്ക് വേണ്ടി ചേർക്കേണ്ടത്. ഇപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനം ഉപ്പ് എരിവാണല്ലോ. അതിനകത്ത് പച്ചമുളകിന് 70 രൂപ മുതൽ 80 രൂപ വരെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ഞാൻ ഈ ചർച്ച പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വില ചോദിച്ചപ്പോൾ 140 രൂപയാണ് ഇവിടെ. ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് തിരുവനന്തപുരത്ത് ആ പാളയത്തെ ഒരു ഹോട്ടലിൽ കയറി. നമ്മൾ ഹോട്ടലിൽ സാധാരണ കയറുമ്പം അവർ ഒരു അല്പം സ്റ്റാൻഡേർഡ് ഹോട്ടലാണെങ്കിൽ അവർ മെനു കാർഡ് കൊണ്ടുവന്ന് തരും. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രിഫറൻസ്, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അത് അവിടെ അവൈലബിൾ ആണെങ്കിൽ അത് ഓർഡർ കൊടുക്കും. എനിക്ക് കൊണ്ടുവന്ന് തന്നതിനകത്ത് എനിക്ക് അത്ഭുതം തോന്നി. സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ചിക്കനെല്ലാം വില ഭയങ്കരമായിട്ട് കൂടി, അതുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം. ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് തൊട്ട് പുറകെ വെയിറ്റർ മെനു കാർഡ് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു കൗതുകം കൂടെ തോന്നി. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ ഈ വില കൂടിയതനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റിയിലാണോ ക്വാളിറ്റിയിലാണോ കുറയ്ക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. അത് ഈ പഴയ മെനു കാർഡ് തന്നെയാണല്ലോ ഇത് അല്ലേന്ന് ആദ്യം ചോദിച്ചു. അപ്പോൾ അതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ലാഭത്തിൽ കുറയ്ക്കുവാണോ അതെയോ ക്വാളിറ്റിയിലാണോ ക്വാണ്ടിറ്റിയിലാണോ കുറയ്ക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ വെയിറ്റർ ചിരിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്നത് നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും കഴിക്കുന്ന അരി അല്ലെങ്കിൽ നെല്ല്, അത് 8 ലക്ഷം ഹെക്ടറിൽ നിന്ന് നമ്മൾ 1.5 ലക്ഷം ഹെക്ടറിലോട്ട് കുറഞ്ഞു. അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഉൽപ്പാദന ചെലവിൽ വന്നിരിക്കുന്ന അതിഭീമമായ വർധനവ്, അതിൻ്റെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഒക്കെ വിലക്കയറ്റം, പിന്നെ ഈ പറഞ്ഞതുപോലെ അതിന് യുക്തമായ തൊഴിലാളികളെ ലഭ്യമാകുന്നില്ല എന്നുള്ളത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ഇവിടെ ഇപ്പം നമുക്കൊക്കെ അറിയാം, ബംഗാളിൽ നിന്നൊക്കെ വരുന്ന അല്ലെ ജാർഖണ്ഡിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികൾ കണ്ടത്തിലൊക്കെ നമുക്കറിയാം പച്ചയിലയൊക്കെ കൊണ്ടുപോയിട്ട് ചവിട്ടിത്താത്തി അത് ഉണ്ടാക്കുന്ന ആ ജോലി അവനറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ പരമ്പരാഗത കൃഷിയിൽ നിന്ന് നമ്മുടെ ആളുകൾ പലരും പോയി. മാത്രവുമല്ല, ഇടക്കാലത്ത് നെല്ലിന് ഒട്ടും ലാഭകരമല്ലായിരുന്നു. ഇപ്പം നമ്മൾ നെല്ല് നമ്മുടെ മില്ലുകൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും ആ മില്ലിൽ കൊടുത്ത് അത് കുത്തി അരിയാക്കിയാലും അതിൻ്റെ വില കർഷകന് കിട്ടുന്നത് അടുത്ത കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീണ്ടും അതിൻ്റെ പലിശയും പുഴപ്പലിശയൊക്കെ ആകുമ്പോൾ ഇവന് കൃഷി ലാഭകരമല്ലാതെ മാറി എന്നുള്ളത് കൊണ്ട് പരമ്പരാഗതമായ നെൽ കർഷകർ തന്നെ കൃഷിയിൽ നിന്ന് മാറി. അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ എനിക്ക് തോന്നുന്നത് കോട്ടയം ജില്ലയിലാണെങ്കിൽ കുറുപ്പന്തറ ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളിലുണ്ട്, ഇടുക്കി ജില്ലയിലെ വട്ടവട ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പം മാത്രമല്ല, ഇതിനകത്തൊക്കെയുള്ള കീടനാശിനികൾ ഇപ്പം കൃഷി കുറഞ്ഞതുകൊണ്ട് കൃഷിക്കാർ പറയുന്ന ഏറ്റവും വലിയൊരു ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കളനാശിനികൾ അടിക്കാതെ അല്ലെങ്കിൽ ഇരിക്കുന്നത് കൊണ്ടും കൃഷി കുറഞ്ഞതുകൊണ്ടുള്ള കൃഷി സ്ഥലത്തേക്ക് ഈ കീടങ്ങളെല്ലാം കൂടി വരിക. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യുന്നു പോകുന്നില്ല. ഏതാനും ചില സ്ഥലങ്ങളിൽ ഇപ്പം അത് എലി മുതൽ ഉള്ള കൃഷിയെ നശിപ്പിക്കുന്നതാണ്. അപ്പം കപ്പ കൃഷി ചെയ്യുന്നിടത്തോട്ട് എലികൾ കൂട്ടത്തോടെ എത്തുന്നു. പണ്ടൊക്കെ അത് സ്പ്രെഡ് ചെയ്ത് കുറേശ്ശെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത് കൊണ്ട് ഒരു കൃഷിക്കാരന് തന്നെ ഈ എലിയുടെ ശല്യം ഉണ്ടാകുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ കീടങ്ങൾ, ഈ കീടങ്ങളുടെ കാര്യങ്ങളിൽ ഇതുപോലെ തന്നെ കൃഷി ഉള്ളിടത്തോട്ട് തന്നെ ഈ കീടങ്ങൾ പ്രാണികൾ എത്തുന്നു. അതുകൊണ്ട് കൃഷി ചെയ്യുന്നവനും ആ കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതിനകത്ത് ചെയ്യാവുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നമ്മളൊരു സിറ്റി ലൈഫിൻ്റെ ഭാഗമായി മാറി. കേരളം ഇന്നിപ്പോൾ പറയുവാണെങ്കിൽ എല്ലായിടവും തന്നെ ഒരു പട്ടണ പ്രദേശങ്ങളായി. ഞങ്ങളുടെയൊക്കെ ഗ്രാമങ്ങളിൽ പോലും റെസിഡൻസ് അസോസിയേഷനുകൾ ഫലപ്രദമായി, അത് കള്ളന്മാരുടെയൊക്കെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു സംഘടിത രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അവർ അങ്ങനെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഈ സർക്കാരിൻ്റെ പുരപ്പുറ കൃഷി അതൊക്കെ നല്ല പ്രചരണം കൃഷി വകുപ്പും ഒക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അവിടെയൊക്കെ അത് ഫലപ്രദമായി ഇടപെടുന്നില്ല. മാത്രമല്ല എല്ലാ സീഡും കൂടി ഒരാൾക്ക് കൊടുക്കാതെ ആ റെസിഡൻസ് അസോസിയേഷൻ അത് ഭംഗിയമായി ചെയ്യാവുന്നതേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഒന്നുകിൽ വെണ്ട കൃഷി ചെയ്യുന്നൊരു വെണ്ട മാത്രം കൊടുക്കുക, അത് പിന്നീട് ആ വെണ്ടയ്ക്ക ബാറ്ററൽ സിസ്റ്റത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക, അടുത്തവൻ ചീര കൃഷി ചെയ്യുക, അടുത്തയാൾ ബീൻസ്, അങ്ങനത്തെ കൃഷികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, അല്ല എല്ലാ കൃഷിയും കൂടെ ഒരാൾ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഫലപ്രദമായി ഇടപെടൽ ഉണ്ടാകില്ല. അതിൻ്റെ മാർക്കറ്റ് കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഗവൺമെൻറ് അല്ലെങ്കിൽ കൃഷി വകുപ്പ് ഈ നിലയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ട്രോളിങ് ഏർപ്പെടുത്തിയ പിറ്റേ ദിവസം തന്നെ മത്തിയുടെ വില 150 രൂപയിൽ നിന്ന് നേരെ 300 രൂപയിലോട്ട് കുതിക്കുവാണ്. അതിപ്പം 350-400 എത്തി. ഇനിയിപ്പോൾ നാളുകളിൽ ഇപ്പം ഈ 300 ആയി കഴിഞ്ഞപ്പം നമ്മുടെ ആളുകൾ അതിൽ പോയി നേരത്തെ 1 കിലോ മേടിച്ചുകൊണ്ടിരുന്ന ഒരു 1/2 കിലോ എങ്കിലും ഇച്ചിരി ഞങ്ങളുടെയൊക്കെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഇച്ചിരി മീനുളുമ്പില്ലാതെ ചോറിറങ്ങില്ല. അപ്പോൾ ആ നാടൻ ഭാഷയിൽ പറയുന്ന ആ പ്രയോഗം നടത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ അല്പം 300 രൂപയ്ക്ക് നേരത്തെ 150 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന മത്തിയുടെ സ്ഥാനത്ത് 1/2 കിലോ മത്തി മേടിച്ചുകൊണ്ട് പോകും. നാളെ ഇതും കഴിഞ്ഞ് ട്രോളിങ്ങും കഴിഞ്ഞ് ചാകര ഇങ്ങ് വന്നു. അപ്പോഴത്തേന് ഇഷ്ടം പോലെ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കിട്ടി, മാർക്കറ്റിലോട്ട് മീൻ വന്നു. മീനിൻ്റെ വില 75 രൂപയൊക്കെ ആയാൽ നമുക്ക് ഒരു സംശയമാണ്, ഇത് ഏതാണ്ട് കീടനാശിനികൾ അല്ലെങ്കിൽ ഇത് ചീഞ്ഞ മീൻ ഐസിട്ട് വരുന്നതാണ്. അപ്പം വില കൂടി നിന്നാലേ മേടിക്കുള്ളൂ എന്നുള്ള ഒരു ചിന്ത പോലും പല ഉപഭോക്താക്കളും ഇന്ന് പ്രകടിപ്പിക്കുന്നതായിട്ട് കച്ചവടക്കാർ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ഇതിനകത്ത് താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇത് ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഈ അടിക്കടി വില വർധന ഉണ്ടാകുന്നത് എന്നതിൽ അതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം. അതിന് താങ്കൾ പറഞ്ഞതുപോലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുക, അതുപോലെ തന്നെ ഈ ഓരോ കാര്യത്തിലുമുള്ള ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുന്നത്, സർക്കാരിന്റെ ഒരു ഇടപെടൽ വിപണിയിൽ ഉണ്ടാവുക. അങ്ങനെ സാധാരണക്കാർക്ക് ഈ വിലക്കയറ്റത്തിന്റെ ഒരു ആഘാതം സാധാരണക്കാരെ ബാധിക്കാത്ത അതിന്റെ ആഘാതത്തെ കുറച്ചു കൊടുക്കാൻ സർക്കാർ ഇടപെടണം. പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്, ഇത് കുടുംബ ബജറ്റിനെപ്പാടെ താളം തെറ്റിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ശ്രീമതി ലൈസ സെബാസ്റ്റ്യൻ മാഡം, താങ്കൾക്ക് പറയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് ഈ അവശ്യ സാധനങ്ങളുടെ, അവശ്യ വസ്തുക്കളുടെ, പ്രത്യേകിച്ച് പച്ചക്കറിയുടെ, പഴത്തിന്റെ, അതുപോലെ തന്നെ മത്സ്യമാംസത്തിന്റെ ഒക്കെ വില ഇങ്ങനെ കുതിച്ചുയരുന്നത് എങ്ങനെയാണ്, എത്രത്തോളമാണ് കേരളത്തിലെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റുകളെ ബാധിക്കുക? നൂറ്റമ്പത് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളിലെ ICC സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ഞാൻ. എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ഞാനടക്കമുള്ള വീട്ടമ്മമാർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം എല്ലാ സാധനങ്ങൾക്കും വിലയാണ്. ഇന്നത്തെ ലേറ്റസ്റ്റ് മാർക്കറ്റ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ ഏരിയ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഏരിയയിൽ മത്തിക്ക് 400 രൂപയാണ്, അയലയ്ക്ക് 400 രൂപയാണ്, കിളിമീൻ അത് 400 രൂപയാണ്, നെയ്മീൻ ഏറ്റവും ഇഷ്ടമുള്ള നെയ്മീന് 1200 രൂപയാണ്, ആവോലിക്ക് 900 രൂപയാണ്. ഇതാണ് മീനിൻ്റെ ഒരു പശ്ചാത്തലം. ഞാനൊരു മീൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, എന്നെപ്പോലെ ആയിരിക്കാം ഇവിടെയുള്ള ആൾക്കാരും. ഈ വിലയ്ക്ക് എങ്ങനെ ഞങ്ങൾക്ക് മീൻ മേടിക്കാൻ പറ്റും? അതുപോലെ തന്നെയാണ് പച്ചക്കറി കടകളിലേക്ക് പോയാൽ, പഴങ്ങളിലേക്ക് പോയാൽ എല്ലാത്തിനും വിലയാണ്. ഈ ഓണത്തിനും വിഷുവിനും മാത്രം ഗവൺമെൻറ് ഇങ്ങനത്തെ മാർക്കറ്റ് ഇടുകയും ആ സമയത്ത് കുറച്ച് നമ്മൾക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു ട്രെൻഡ് മാറ്റിയിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മുട്ട, വെജിറ്റബിൾസ്, പൂക്കളടക്കം എല്ലാം വരുന്നത് അവിടെ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ അത് ബാധിക്കുന്നത് കേരളത്തെ ആകുന്നത് ഇവിടുത്തെ ശരിക്കുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ പോരായ്മ തന്നെയാണ്. ഇവിടെ എന്തുകൊണ്ട് കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹമില്ല? ഞാനൊക്കെ ഒത്തിരി കൃഷിയിടമുള്ള ഒരു വീട്ടിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ കൃഷിക്കൊരു മാന്യതയുണ്ടായിരുന്നു, അവനവൻ്റെ കൃഷിയിടത്തിലെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് അവർക്ക് പച്ചക്കറി മേടിക്കാനായിട്ട് നമുക്ക് സാധ്യതയില്ല. വലിയ വിലവർധനമായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കുട്ടികൾ എന്ത് ചെയ്യും? മീറ്റിലേക്ക് തിരിയും. ഭക്ഷണം കഴിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ ബോഡി വീണ്ടും ബൾക്കിയാകും, പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടാകും. എനിക്ക് പറയാനുള്ള ഒരു കാരണം, കൃഷിക്കാർക്ക് മാന്യത കൊടുക്കണം. മറ്റുള്ള ജോലി പോലെ തന്നെ അവരെയും ഒന്ന് സമുദ്ധരിച്ച് കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവണം.
എല്ലാത്തരം വിളകളും നമ്മളുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരവസരം ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത വിലക്കയറ്റം വരുമ്പോൾ മുമ്പേ നേരത്തെ ഡിജോ കാപ്പൻ സൂചിപ്പിച്ചതുപോലെ ചില സമയത്ത് വലിയ വില, ചില സമയത്ത് കുറഞ്ഞ വില. എന്തുകൊണ്ട് ഇതിനൊരു സ്ഥിരത ഉണ്ടാക്കുന്നില്ല ഗവൺമെൻറ്? അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രോഡക്ട്സും ഒരുവിധം ഉള്ളതെല്ലാം വിഷജന്യമാണ്. പെസ്റ്റിസൈഡ് ആണെങ്കിലും ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അടിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനം കഴിക്കുമ്പോൾ ഇന്നും ഞാൻ 3 കുട്ടികൾക്ക് അവർ ഫുഡ് പോയ്സൺ വന്നതിൻ്റെ പേരിൽ സൈൻ കൊടുക്കുകയുണ്ടായി. ഇവിടെ ഒരു നിയമം ഇല്ല. എന്തൊക്കെ സാധനങ്ങളാണ്, ഏതൊക്കെ ഹോട്ടലുകളിലാണ്, എങ്ങനെയാണ് അത് വിൽക്കുന്നത്, എന്താണ് ഇന്നത്തെ മാർക്കറ്റ്, ഇന്നത്തെ വില എന്താണ്, എന്തെങ്കിലും ഒരു ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാവണം. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണ്. എല്ലാ സ്റ്റേഷനറി സാധനങ്ങളും ഇല്ലെങ്കിൽ സ്കൂളിൻ്റെ യൂണിഫോം, സ്കൂളിൻ്റെ ഫീസ് ഇതെല്ലാം കൊടുത്ത് പേരൻസ് അവരുടെ പോക്കറ്റ് കാലിയായിരിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇതുപോലെ തീപിടിച്ച വില വന്നാൽ ഞങ്ങൾ സാധാരണക്കാരെ പോലെയുള്ളവർക്ക് ജീവിതം വളരെ ദുസ്സഹമാണ്. അതുകൊണ്ട് മറ്റുള്ള ഭയങ്കര സാലറിയുള്ള ആൾക്കാർക്ക് വെറുതെ പോയി വളരെ ലാവിഷായിട്ട് സാധനങ്ങൾ മേടിക്കാവുന്നത് പോലെ അല്ല സാധാരണ വീട്ടമ്മമാർ, ഞാനടക്കമുള്ള വീട്ടമ്മമാർ. അപ്പോൾ എന്തെങ്കിലും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഓരോ ഘട്ടത്തിലുള്ളവരും, അത് മുനിസിപ്പാലിറ്റി ആവാം, പഞ്ചായത്ത് ആവാം, ഇല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ആവാം, ഗവൺമെൻറ് ആവാം, ചെയ്യേണ്ടിയിരിക്കുന്നു. നിർബന്ധമായിട്ടും സാധാരണക്കാരായ ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള തരത്തിലുള്ള വില നിയന്ത്രണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത് ശരിയാണ് മാഡം പറഞ്ഞതുപോലെ തന്നെ കാരണങ്ങൾ പലതും ഉണ്ടാകും. ഇപ്പോൾ ട്രോളിംഗ് നിരോധനം പച്ച മത്സ്യത്തിന്റെ വില കൂടുന്നതിന് ഒരു കാരണമായി പറയുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ മഴയും വെള്ളപ്പൊക്കമൊക്കെ ഉൽപാദനം കുറച്ചു, അതുകൊണ്ട് അവിടെ നിന്നും ഈ പച്ചക്കറി എത്തുന്നില്ല എന്നതൊരു കാരണമായി പറഞ്ഞു. പക്ഷേ കാരണങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് അവരിൽ ആഘാതം ഉണ്ടാക്കുന്ന തരത്തിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതിലിടപെടുക എന്നുള്ളത്, വിപണിയിൽ ഇടപെടുക എന്നുള്ളത്. അത് എത്രത്തോളം നടക്കുന്നുണ്ട് എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ രാജേഷ്, ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിരുന്ന സമയത്തും വിപണിയിലെ വിലക്കയറ്റം ഉണ്ടായിരുന്ന സമയത്തുമൊക്കെ പൊതുവിൽ ഈ കേരളത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തെ മതിയായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ പല ഘട്ടത്തിലുള്ള പ്രതിസന്ധിക്കും ഒരു കാരണമായി പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ അവഗണനയായിരുന്നു. കേരളത്തിലെ വിപണിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വിലക്കയറ്റത്തിന് ആരാണ് ഉത്തരവാദി? കേരളത്തില് വിലക്കയറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞല്ലോ, അഗ്രികൾച്ചറിൽ ഉണ്ടായ ക്ലൈമറ്റ് പ്രകാരം ഉണ്ടായിട്ടുള്ള ചില മഴ കെടുതികളൊക്കെ ആയതുകൊണ്ട് പച്ചക്കറികളുടെ വിലകൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അനുകൂലമായ നടപടികൾ വന്നല്ലോ. അപ്പൊ മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് ആയിട്ട് 2 lakh crore കർഷകർക്ക് കൊടുത്തു കഴിഞ്ഞല്ലോ. കർഷകരുടെ കയ്യിലേക്ക് നല്ല ഒരു തുക വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടല്ലോ, അത് നമുക്കറിയുന്ന കാര്യമാണല്ലോ. അതിന് പുറമെ തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഗ്രാമീണ മേഖലകളിലേക്ക് ഉള്ള വികസനമാണ്. അതായത് ഇൻകം ഇനിക്വാലിറ്റീനെ കുറയ്ക്കുക എന്നുള്ള ഒരു ഘടകമാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് റായ്പൂർ IIM-ലാണ്. ഞാനിപ്പോ മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ റൂറൽ സ്കീമുകളിൽ ഒരു അഡ്വൈസറാണ്, ഗവൺമെന്റിന്റെ അഡ്വൈസർ തന്നെയാണ് ആ സ്കീമില്. അപ്പൊ എനിക്ക് മനസ്സിലാക്കുന്നത് അവിടുത്തെ ഗവൺമെന്റുകളൊക്കെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഈ ഗ്രാമീണ പ്രദേശങ്ങളാണ്. അവർക്കിടെ കയ്യിൽ പണം എത്തുകയും ആ പണമാണ് വിപണിയിലേക്ക് നേരിട്ട് ചെലവഴിക്കപ്പെടുകയും അങ്ങനെ വിപണിയിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. ഇവിടുത്തെ യുവജന സംഘടനകൾ, ഭരണകക്ഷിയുടെ തന്നെ യുവജന സംഘടനകൾ വീടുകളിൽ പച്ചക്കറി കൃഷികൾ വളർത്തുന്നതിനുള്ള ഒരു ശ്രമങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വളരെ ശ്ലാഘനീയമായ രീതിയിലുണ്ടായി. അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റി ഞാൻ കൂടുതൽ പഠിക്കേണ്ടതായിട്ട് വരും. പക്ഷെ എല്ലാ വീട്ടിലും ഒരു ചെറിയ പച്ചക്കറി തോട്ടം എന്നുള്ള രീതിയിൽ തുടങ്ങാം. അപ്പൊ നമ്മളെ സ്റ്റെയർ കേസിൽ വരെ തുടങ്ങാനും പിന്നെ അവരവരുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ കുറച്ചൊക്കെ മതിയല്ലോ. അതൊരു മനസ്സിന് ഉത്സാഹം നൽകുന്നതും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കർഷകർക്ക് അവരുണ്ടാക്കുന്ന വിളയ്ക്ക് വേണ്ടത്ര വില കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. നമ്മളിപ്പോ ധാരാളം എന്റെ വീട്ടിൽ തന്നെ പലതരം വാഴകളും പലതരം ഇത് പഴങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ കടകളിൽ പോയി വാങ്ങുമ്പോൾ 100-150 രൂപയൊക്കെ കൊടുക്കണം കിലോയ്ക്ക്. പക്ഷെ നമ്മുടെ കയ്യിലൊരു ഇത് വന്നു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ടുപോകാൻ പോലും കടക്കാരനെ കിട്ടുന്നില്ല. അത്രയും പ്രയാസമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും,
കൂടുതൽ ആ കാർഷികത്തിലേക്കുള്ള ഒരു ഇത് നമ്മളതിന് ഒരു ഉത്സാഹം കുറയും. അപ്പം എങ്ങനെ ഇപ്പൊ പുതിയതായ ന്യൂനതമായ ടെക്നോളജികളെ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒക്കെ ഒന്നും കൂടി ദൃഢപ്പെടുത്തിക്കൊണ്ട് ഈ കർഷകരെ എങ്ങനെ നേരിട്ട് ഉപഭോക്താവിലേക്ക് ഘടിപ്പിക്കാം എന്നുള്ള ഇടനിലക്കാരെ കഴിയുന്നത്ര കുറച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. പിന്നെ അവർക്ക് നല്ല ഇത് എന്താണ് വിത്തുകള്, അതിന് വേണ്ട സഹായങ്ങള്, ഇത്തരം കാര്യങ്ങൾ, അതായത് കുറെ കൂടി കർഷകരെ ഫ്രണ്ട്ലി ആയിട്ട് കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിനൊക്കെ വേണ്ടി. അപ്പൊ ആകർഷിക്കണമെങ്കിൽ വിപണിയിൽ വില കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം, എങ്കിലേ അവര് കൂടുതലായിട്ട് വരുള്ളൂ. പലരും ഈ മേഖല തന്നെ ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ ഈ കൃഷിയിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതുപോലെ കൃഷിയിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ, പിന്നെ മട്ടുപ്പാവ് കൃഷി പോലെയുള്ള നൂതനമായ സംവിധാനങ്ങൾ, അതുപോലെ അവരവരുടെ വീടുകളിൽ അവരവർക്ക് ആവശ്യമായ അത്യാവശ്യം വേണ്ട വിളകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ വേണ്ടിയുള്ള സ്കീമുകൾ, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും കേരളത്തിലെ ഒരു ചെറുപ്പക്കാരുടെ, യുവാക്കളടക്കമുള്ള കേരളത്തിൻ്റെ ഈ പൊതുസമൂഹത്തിന് അത്തരം നീക്കങ്ങളോടൊരു താല്പര്യമില്ലാത്തതാണോ ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നേരിടുന്ന പ്രതിസന്ധി? അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടായിട്ടുള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്നു. ഇപ്പോൾ ഡൽഹിയിലൊക്കെ വിലക്കയറ്റം വളരെ കുറവായി മാറുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനെന്തെങ്കിലും പ്രത്യേകമായ ഒരു കാരണമുണ്ടോ? കിറ്റൊക്കെ ചെയ്തല്ലോ, അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതലായിട്ട് വിപണിയിലേക്ക് ഇടപെടണം എന്നുള്ളതാണ്. അതിന് പക്ഷെ അവർക്ക് സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഞെരുക്കങ്ങളുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ആ ഒരു പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായ ഞെരുക്കത്തിലാണ്. അപ്പൊ അവർക്ക് എത്രത്തോളം ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റും എന്നുള്ളതിന് പരിമിതികൾ കാണുന്നുണ്ട്. പക്ഷെ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്, അത്യാവശ്യമാണ്. കർഷകരെ നമ്മൾ ശരി ശരി ഏതായാലും ഡോക്ടർ രാജ്, ശരിക്കും അവിടെ എന്തോ നമ്മുടെ ഒരു ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ താങ്കൾ കേട്ടിട്ടില്ല, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് നമ്മളോടൊപ്പമുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ഈ ചർച്ചയിൽ ഏറ്റവും ഒടുവിൽ താങ്കളിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, സംസ്ഥാന സർക്കാരിന് ഈ കാര്യങ്ങളിൽ ചിലത് ചെയ്യാനുണ്ടല്ലോ. ഇപ്പോൾ ശരിയാണ്, സാങ്കേതികമായി പറഞ്ഞാൽ ചില കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ തക്കാളിക്ക് 100 രൂപ ആയത് എന്താണ്? തക്കാളി വരുന്നില്ല. അത് വരേണ്ടത് എവിടെ നിന്നാണ്? ഒന്നുകിൽ തമിഴ്നാട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ കർണാടകയിൽ നിന്നാണ്. അവിടെ ഉൽപ്പാദനം കുറയുന്നു പല കാരണങ്ങൾ കൊണ്ട്, ഈ എൻവയോൺമെന്റൽ റീസൺസ് ഉൾപ്പെടെ പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ സാധാരണക്കാരൻ്റെ ബജറ്റ് കംപ്ലീറ്റ് പൊളിയുകയാണ്. നമുക്കിവിടെ ഒരു ഹോർട്ടികോപ്പ് ഉണ്ട്, ഹോർട്ടികോർപ്പ് വഴി സാധനങ്ങൾ മിതമായ വിലയ്ക്ക് കൊടുക്കാം. സപ്ലൈകോ ചെയിൻസ് ഉണ്ട്, അതുവഴി നമുക്ക് സാധനങ്ങൾ മിതമായ വിലയ്ക്ക് കൊടുക്കാം. അങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തെ ഈ പ്രതിസന്ധികളൊന്നും കാര്യമായി ബാധിക്കാത്ത തരത്തിൽ ഒരു മാർക്കറ്റ് ഇന്റർവെൻഷൻ ഗവൺമെന്റിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നില്ലല്ലോ കേരളത്തിൽ. എന്തുകൊണ്ട്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറയാം. ബഹുമാനപ്പെട്ട ഡിജോകാപ്പനും പ്രിയപ്പെട്ട ടീച്ചറും പറഞ്ഞ ആശങ്കയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാകുമ്പോൾ നമ്മൾ അതിനകത്ത് മറ്റൊരു ആംഗിളിൽ പോകുന്നതിനകത്ത് അർത്ഥമില്ല. 2 കാര്യങ്ങൾ ഞാൻ പറയാം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ഗോപികൃഷ്ണനോട് അവസാനമായിട്ട് ചോദിച്ച ചോദ്യത്തിനോട് ആദ്യത്തെ മറുപടി പറയാം. 24 വലിയ വാഹനങ്ങളിൽ, ലോറികളിൽ കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ പച്ചക്കറികൾ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള അപൂർവ ചില സ്ഥലങ്ങളിൽ പച്ചക്കറികൾ കളക്ട് ചെയ്ത് ഹോർട്ടികോർപ്പിലേക്കും മറ്റ് സർക്കാരിന്റെ വിപണന കേന്ദ്രങ്ങളിലേക്കും കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പി പ്രസാദ് അത് ഉദ്ഘാടനം ചെയ്ത് കേരളം ഒട്ടും അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഹോർട്ടികോർപ്പിന്റെ പല സ്റ്റാളുകളിൽ ഞാൻ വിളിച്ചു വെച്ചു. പ്രധാനപ്പെട്ട എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് ചേർത്തല സ്റ്റാളിൽ നിന്ന്, അതുകൊണ്ട് വിളിച്ചു വയ്ക്കാം. അവിടെ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാല് തക്കാളിക്ക ഇപ്പോൾ മാർക്കറ്റിൽ 90 രൂപ 100 രൂപ വരെയുണ്ട്, അത് വസ്തുതയാണ്. പക്ഷെ അവർ കൊടുക്കുന്ന 20% കുറച്ചാണ്. അതുപോലെ എല്ലാ വസ്തുക്കൾക്കും മറ്റൊരു പച്ചക്കറിക്കും വില കൂടിയിട്ടില്ല. മറ്റു പച്ചക്കറിക്കും വില കൂടിയിട്ടില്ല എന്നുള്ളവരും നിങ്ങൾ തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ച വിഷ്വൽസിലൂടെ മാർക്കറ്റിലെ വ്യവസായികളും സാധനം വാങ്ങിക്കാൻ വരുന്നവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പം വില കൂടുതലുണ്ട് എന്നൊരു ധാരണ പൊതുവെ നമുക്കുണ്ട്. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം. ഈ ചർച്ച തുടങ്ങിയതിനു ശേഷം ഞാൻ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട് ഗോപികൃഷ്ണൻ. സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഗുജറാത്തിലെ ഒരു ആള് എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല തക്കാളി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളെന്നാണ് ഗുജറാത്ത്. അവിടെ ഹോൾസെയിൽ വില 70 രൂപയാണ് അദ്ദേഹം അയച്ചിരിക്കുന്നു. ഇനി മറ്റൊരു പ്രത്യേകത പറയാം, പിന്നെ തക്കാളിക്ക് ആണെങ്കിലും നമ്മുടെ മുരിങ്ങയ്ക്ക ആണെങ്കിലും കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല, കേരളത്തിലെ കാലാവസ്ഥയിൽ ചേരത്തില്ല എന്നാണ് ഇത്. അത് കേരളത്തിന് വെളിയിൽ എല്ലായിടത്തും ഇതേ വിലയാണ്. ഗോപീഷ് അറിയാമോ, നമ്മുടെ റിസർവ് ബാങ്ക് രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിന്റെയും ഡോക്യുമെന്റ് എന്റെ അടുത്തുണ്ട്.
അപ്പൊ ഇത് കേരളത്തിൽ മാത്രമല്ല ഈ വിലവർദ്ധന എന്ന് അല്ല പറയുന്നത്. അവിടെ ഒരു ചെറിയ തിരുത്തെ ശ്രീ റിജു ലൂക്കോസ്. വിലക്കയറ്റം എന്നതിനേക്കാൾ വിലക്കയറ്റത്തിന്റെ തോത്, അതിന്റെ പെർസെന്റേജ് കേരളത്തിൽ കൂടുന്നു എന്നുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാ, നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കാത്ത 1-2 ഐറ്റം പച്ചക്കറികൾക്ക് ഇവിടെ വില കൂടുന്നുണ്ട്. അതൊന്ന് ഏറ്റവും കൂടുതലായിട്ട് മലയാളികൾ ഉപയോഗിക്കുന്ന തക്കാളിയാണ്. രണ്ടാമത്തത് മുരിങ്ങക്കായാണ്. ഇത് മുഴുവൻ ഉത്പാദിപ്പിക്കുന്നത് കർണാടക, നമ്മുടെ ഇവിടെ വരുന്നത് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. പക്ഷെ ഇന്നത്തെ കമ്പം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് തക്കാളി വരുന്ന കമ്പം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സ്ഥലത്ത്, അവിടെയും വിളിച്ചു ചോദിച്ചു. നമുക്കൊക്കെ അവിടെ സുഹൃത്തുക്കളാ. അവിടെ ഇന്ന് തക്കാളി വില 90 രൂപയാണ്. 300 രൂപ വരെ വന്നൊരു കാലം ഉണ്ടായിരുന്നു 8 മാസങ്ങൾക്ക് മുമ്പ്. അന്ന് കേരളത്തിലാണ് വാസ്തവമാണ് 10-30 രൂപ കുറഞ്ഞു നിന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, കേരളത്തിൽ മാത്രമല്ല ഈ വിലക്കയറ്റം, രാജ്യവ്യാപകമായിട്ടാ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിലൊന്ന് വിലക്കയറ്റമാണ്. ഇനി കേരളത്തിലെ കുറിച്ച് ഞാൻ കണക്ക് പറയാം. ഞാൻ ന്യായീകരിക്കാൻ പറയുന്നതല്ല, ഞാൻ ഇവരോടൊപ്പം ചേർന്നാ പറയുന്നത്. 2016 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഡോക്ടർ രാജേഷ് അറിയാം, ആ ഡേറ്റ ഇന്നും ഗൂഗിളിൽ കിട്ടും. ഈ 5 ലക്ഷം ടൺ പച്ചക്കറിയായിരുന്നു കേരളത്തിന്റെ ഉത്പാദനം. നമ്മളത് ആശ്രയിച്ചത് മുഴുവൻ സാധനങ്ങൾ തമിഴ്നാട്ടിലെയും കർണാടകത്തെയാണ്. 2019 ആയപ്പോൾ അത് 22 ലക്ഷം ടണ്ണായിട്ട് വർദ്ധിച്ചു. ഏതാണ്ട് 5 ഇരട്ടിയോളം അത് വർദ്ധിച്ചു. കോവിഡ് കാലത്ത് അത് വീണ്ടും കുറഞ്ഞ് 17 ടണ്ണായി. ഇപ്പൊ ഈ 2 വർഷത്തിനിടയ്ക്ക് വീണ്ടും അത് 20 ടണ്ണായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാ, ഈ സർക്കാർ കൃഷിയോട് ജനങ്ങളെ ആകർഷിക്കുന്നതിനും മട്ടുപ്പാവ് കൃഷിയോടും എല്ലാത്തിനോടും ഈ ഗവൺമെന്റ് ചെയ്ത വലിയൊരു സേവനമാണത്. ഇനി നേരത്തെ ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞു, ഞാൻ ഒറ്റ തെളിവ് പറയാം. IT മേഖലകളിൽ നിന്ന് പോലും രാജിവെച്ചുകൊണ്ട് പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ പച്ചക്കൃഷിയിലേക്ക്, നെൽകൃഷിയിലേക്ക് വന്നിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുടെ കഥകൾ, എത്രയോ മാഗസനുകൾ, വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ കൃഷിയോടുള്ള ഒരു വിപ്രവൃത്തി കേരളം മാറ്റി. ഓരോ വ്യക്തിക്കും കാർഷിക മേഖലയോട് താല്പര്യം വന്നു. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മളുടെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലെ പച്ചക്കറികളുടെ മറ്റു ഉപയോഗ വസ്തുക്കളുടെയും ദാരിദ്ര്യം തീരത്തില്ല. കാരണം കേരളം അത്രയ്ക്കും ഡെൻസിറ്റിയുള്ള പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനം. നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലകളിലെ ഈ കുതിച്ചയാട്ടം കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഏതാണ്ട് 3-1 കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആശ്രയിക്കുന്ന എന്തിനാ, ഈ പറയുന്ന മുരിങ്ങക്ക, തക്കാളി, പരിപ്പ് ഐറ്റംസ് ഒക്കെയാ. ഞാൻ ഒരു ഒറ്റ കാര്യം പറയട്ടെ. പരിപ്പിന് ഇപ്പോൾ നിലവിലെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 180 രൂപ, 160 രൂപയാണ്. കേരളത്തിൽ പരിപ്പ് ഉത്പാദിപ്പിക്കുമോ? ഇല്ല. ആരാണത് വിതരണം ചെയ്യുന്നത്? ഉഴുന്ന്. അത് 2 കുത്തകളാണ് ഈ രാജ്യം മുഴുവൻ വിതരണം ചെയ്യുന്നത്. അവർ നേരത്തെ കളക്ട് ചെയ്യും, നക്കാപ്പിച്ച എമൗണ്ട് കൊടുത്ത് ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട കർഷകരെ പറ്റിച്ചുകൊണ്ട് അവരുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകും. പിന്നീട് ഇത് സ്കേഴ്സിറ്റി വരുമ്പോൾ രാജ്യം മുഴുവൻ സപ്ലൈ ചെയ്യും. അങ്ങനെ അവർ പറയുന്ന വിലയ്ക്ക് പണ്ട് 60 രൂപ 70 രൂപയ്ക്ക് ഇട്ടിരുന്ന ഉഴുന്നൊക്കെ ഇന്ന് 300 രൂപ 350 രൂപ വിലയാ. അപ്പൊ ഇതിനകത്ത് ഇടപെടേണ്ട ആരാ? കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് പോലും ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ വിലക്കയറ്റത്തിന്റെ ആശങ്ക നമ്മുടെ റിസർവ് ബാങ്കിന്റെ പ്രസ്ഥാനം പുറത്തു വന്നിട്ടുണ്ട്. എന്റെ സ്ക്രീൻഷോട്ട്. അല്ല ശ്രീ റിജു ലൂക്കോസ്, അതായത് റിസർവ് ബാങ്ക് പറഞ്ഞത് നാണ്യപ്പെരുപ്പത്തിൽ കുറവുണ്ടാകുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നാണ്യപ്പെരുപ്പം കുറയുമ്പോഴും വിലക്കയറ്റം ഉയരുകയാണ്. അതെന്തുകൊണ്ടെന്നല്ല, ഇപ്പൊ റിസർവ് ബാങ്ക് പറയുന്നത് പല കാരണമാണ്. ഇപ്പൊ ഭക്ഷ്യവസ്തുക്കളുടെ വില ഇനി അങ്ങോട്ടും കൂടുതൽ പ്രശ്നമാണ്. അതിന് കാരണം പറയുന്നത് ഒന്ന് എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥ, അതായത് വളരെ സങ്കീർണമായിട്ടുള്ള കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, അത് ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇത് റിസർവ് ബാങ്ക് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മഴയുടെ കുറവ്, അതുപോലെ തന്നെ മറ്റ് പല കാരണങ്ങൾ, അതായത് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത മറ്റു പല കാരണങ്ങൾ, ഇതൊക്കെ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് റിസർവ് ബാങ്ക് തന്നെ പറയുന്നത് ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുക എന്നത് അത്ര എളുപ്പമാകില്ല എന്നാണ്. അപ്പോൾ ഈ സാധാരണ അതത് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ എന്ത് ചെയ്യും? വളരെ പ്രതീക്ഷയോടുകൂടി അവിടുത്തെ സർക്കാരുകളെ ആശ്രയിക്കും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് നോക്കും. അതാണ് കേരളത്തിലും ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ, ഈ വിപണിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നത്. അപ്പോൾ സാധാരണക്കാരെ ഒരാൾ 100 രൂപയ്ക്ക് 1 കിലോ തക്കാളി വാങ്ങുന്ന സ്ഥിതി ആലോചിച്ച് നോക്കൂ. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾ. തീർച്ചയായിട്ടും നല്ല ചോദ്യം. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വട്ടവട. നേരത്തെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഡിജോ കാപ്പൻ ചൂണ്ടിക്കഴിഞ്ഞ് ഞാൻ 2 ദിവസത്തോടെ സന്ദർശിച്ചിട്ടുള്ളതാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് വട്ടവട എന്ന് പറയുന്നത്. മൂന്നാറിന് ഏതാണ്ട് 45 കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, സർക്കാരിന്റെ ഇടപെടലിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ കാന്തല്ലൂര്, മറയൂര്, വട്ടവട പോലുള്ള സ്ഥലങ്ങളിലെ കൃഷി ചെയ്യുന്ന കൃഷിക്കാര് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമിഴ്നാടിനെ ആശ്രയിച്ചാണ് അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. വില തീർത്തും കുറവായിരുന്നു. തമിഴ്നാട്ടിലേക്ക് പോയിട്ട് ആ സാധനം വീണ്ടും കേരളത്തിലേക്ക് വരുന്ന ഒരു വിനോദവാസമായിരുന്നു, വാസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് മാറി. ഇന്ന് ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ പച്ചക്കറികൾ മുഴുവൻ ഗവൺമെന്റ് ഏജൻസികൾ, ഹോർട്ടികോർപ്പ് പോലുള്ള സർക്കാർ ഏജൻസികളാണ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തുവേണ്ടി ന്യായമായ വില കർഷകർക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ ഡോക്ടർ രാജേഷ് പറഞ്ഞ വസ്തുതയാണ് നമ്മൾ മറന്ന് ചർച്ച മുന്നോട്ട് കൊണ്ടുവരുന്നത്. നമ്മുടെ കൃഷി മേഖലയിൽ നിന്ന് ജനങ്ങൾ പിന്തിരിയാനുള്ള കാരണം എന്താ?
അവർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് വില കിട്ടുന്നില്ലായിരുന്നു. ഈ ഇടനിലക്കാരാണ് തീരുമാനിക്കുന്നത്. ഇന്നത് മാറി. ഇന്ന് ഒരു പരിധിവരെ കർഷകര് സംതൃപ്തരാണ്. അതുകൊണ്ടാണ് കാർഷിക മേഖലയിലേക്ക് ഇപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമല്ല. ഇത്തരം വിപണികളിൽ ഇടപെടുന്ന പ്രദേശങ്ങളിലൊക്കെ ഇതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇപ്പൊ ഉത്തരേന്ത്യയിൽ നിങ്ങൾ എടുക്കൂ, പഞ്ചാബ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ഗോപീഷ് അറിയാമല്ലോ, അവിടെ അവർ ഉത്പാദിപ്പിക്കുന്ന വിളകൾക്ക്, പ്രത്യേകിച്ച് ഗോതമ്പ് പോലെയുള്ള വിളയ്ക്ക് എങ്ങനെയെങ്കിലും വില താഴോട്ട് പോയിട്ടുണ്ട്. അവർ അന്നേരം അത് സ്ട്രൈക്ക് ചെയ്യും. സർക്കാർ കൃത്യമായ ഒരു താങ്ങുവില പ്രഖ്യാപിച്ച് കളക്ട് ചെയ്യും. എന്നാൽ കേരളത്തിലെ പച്ചക്കറി അല്ലെങ്കിൽ മറ്റുള്ള പച്ചക്കറി ഉത്പാദകർക്ക് ഇങ്ങനെ ഒരു കളക്ഷൻ ഏജൻസി ഉണ്ടോ? ഇല്ല. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് വിൽക്കാൻ നേരത്ത് വിലയില്ല. എന്നാൽ ഈ ഇടനിലക്കാര് അത് കൊള്ളയടിക്കുന്നു. അത് മാറി വരുവാണ് ഇപ്പോൾ. നേരത്തെ ഡോക്ടർ രാജേഷ് പറഞ്ഞത് ഒരു വലിയ ദൃഷ്ടാന്തം. നമ്മുടെ കാർഷിക മേഖലകളിൽ ഉത്പാദിപ്പിക്കുന്ന കർഷകർക്ക് നല്ല വില കിട്ടുന്നതിന് നമ്മൾ എങ്ങനെ ചോദ്യം ചെയ്യുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യവ്യാപകമായിട്ടുള്ള ഈ കാലാവസ്ഥ പ്രതിസന്ധി ഗോപീകൃഷ്ണൻ പറഞ്ഞത് 101% കറക്റ്റാ. ഇത്തവണ കേരളത്തിലുണ്ടായ വേറെ ഒരു സംഭവം പറയാം. നമ്മുടെ മാങ്ങ എന്ന് പറയുന്ന ഉത്പാദനം, മാങ്ങാപ്പഴം ഒരു സീസണിൽ കേരളത്തിലെ ഉന്തുവണ്ടികളിൽ പോലും കിട്ടും. ഇത്തവണ അത് ഇല്ലായിരുന്നു. എന്താ കാരണം? തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഉത്പാദനം 22% കുറഞ്ഞു. എക്സ്പോർട്ടിന് പോലും കുറെ പേര് അവർക്ക് സാധനം ലഭ്യമല്ലാത്ത സാഹചര്യം വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആകെപ്പാടെ കിട്ടുന്നത് അല്ല, അവിടെയാണ് ഞാൻ പറയുന്നത് ശ്രീ റെജി ലൂക്കോസ്, അവിടെ ഗവൺമെന്റിന് ഈ ആഘാതം നേരിട്ട് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതിനെ തടയാൻ കഴിയും. അവിടെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഗവൺമെന്റിന്റെ വിപണിയിലുള്ള ഇടപെടൽ, ഒരു മാർക്കറ്റ് ഇന്റർവെൻഷൻ ഫ്രം ദി പാർട്ട് ഓഫ് ദി ഗവൺമെന്റ്. അത് എന്തുകൊണ്ട് കേരളത്തിൽ വൈകുന്നു, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ആശാവഹമായ രീതിയിൽ സംഭവിക്കുന്നില്ല? കോൺഗ്രസ് ആ ചോദ്യം എന്നോട് രണ്ടാമത് ചോദിക്കുന്നതാണ് ഏറ്റവും പ്രസക്തമായത്. ജനങ്ങൾ കേൾക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. കേരളത്തിലെ കൃഷി വകുപ്പും കേരളത്തിലെ അതുപോലെ അനുബന്ധിച്ചിട്ടുള്ള വകുപ്പുകൾ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞില്ല. ഞാൻ വേണമെങ്കിൽ ആ വാർത്ത ഗോപീഷിന്റെ മുമ്പിലും വന്നിട്ടുണ്ട്. 24ഓളം വാഹനങ്ങളിൽ അടിയന്തരമായിട്ട് തന്നെ വില നിയന്ത്രിക്കാനായിട്ട് പച്ചക്കറികളുടെ പ്രത്യേകിച്ച് കൃഷി വകുപ്പ് തന്നെ മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തിട്ട് ആ വാഹനങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കുന്ന കർഷകരുടെ കാർഷിക വിളകള് കളക്ട് ചെയ്ത് ഹോർട്ടികോർപ്പ് പോലുള്ള സ്റ്റോളുകളിൽ അത് വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹോർട്ടികോർപ്പുകള് സംസ്ഥാനത്ത് എത്രത്തോളം കാര്യക്ഷമമായി ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് ശ്രീ ഡിജോ കാപ്പനെ പോലുള്ള ആളുകൾക്ക് അതിനെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ടാകും. വാർത്തകളിലേക്ക് വീണ്ടും ശ്രീ ഡിജോ കാപ്പൻ, ഇപ്പോൾ ശ്രീ റിജി ലൂക്കോസ് പറഞ്ഞു ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഹോർട്ടികോർപ്പ് വഴിയെല്ലാം അങ്ങനെ സാധനങ്ങൾ മിതമായ വിലയ്ക്ക്, പച്ചക്കറികളൊക്കെ മിതമായ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ ലോറികളുടെ കണക്കൊക്കെ പറഞ്ഞു, പച്ചക്കറികൾ കയറ്റി അയച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ നമ്മുടെ വിപണികളിൽ അത് ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ടോ? അല്ല, റെജി ലൂക്കോസ് പറഞ്ഞത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളുടെ ഒരു തുടക്കത്തെക്കുറിച്ചാണ്. പക്ഷേ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ വലിയ ബാധ്യത അവരെടുത്ത ഉൽപ്പന്നങ്ങളുടെ വില കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് തുടർന്ന് ആ ഉൽപ്പന്നങ്ങൾ ലഭിക്കാതെ വരികയും അത് ജനങ്ങൾക്ക് കൈമാറാൻ പറ്റാതെ വരികയും ചെയ്തു. അത് കേരളത്തിൻ്റെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമാണ്. അപ്പോൾ ഹോർട്ടികോർപ്പ് കോർപ്പറേഷനോടൊക്കെ എനിക്കുള്ള ഒരു റിക്വസ്റ്റ്, അവർ ഈ ചെറിയ തോതിൽ ഈ പച്ചക്കറി വാങ്ങിച്ചിട്ട് വിതരണം ചെയ്യുന്നതിനേക്കാൾ അവർക്ക് ചെയ്യാവുന്നത്, ഇപ്പം ഉദാഹരണത്തിന് ശീതീകരിച്ച പ്ലാന്റുകൾ, അതിന് 10 കോടി രൂപയോളം മുടക്കുണ്ട്. അതിൻ്റെ 40% കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി കിട്ടും. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ മൂവാറ്റുപുഴ ഭാഗങ്ങളിലൊക്കെ കന്നാരച്ചക്ക, അതായത് കതിർച്ചക്കയുടെ പൈനാപ്പിളിൻ്റെ കൃഷിയുണ്ട്. ഇക്കൊല്ലം കൃഷിക്കാരന് 60 രൂപ വരെ കിലോയ്ക്ക് കിട്ടി. കഴിഞ്ഞ കൊല്ലം 5 രൂപയായിരുന്നു. കഴിഞ്ഞ കൊല്ലം 5 രൂപയ്ക്ക് കിട്ടിയപ്പം പലരും കൃഷി ഉപേക്ഷിച്ചു. പക്ഷേ ഇക്കൊല്ലം വടക്കേ ഇന്ത്യയിലൊക്കെ നല്ല ചൂടായിരുന്നതുകൊണ്ട് മാർക്കറ്റിന് ഭയങ്കരമായിട്ട് ഇത് ഇംപ്രൂവ് ചെയ്തു. പക്ഷേ കൃഷിക്കാരന് കൊടുക്കാൻ കൈതച്ചക്ക ഇല്ലാതെ പോയി. അപ്പോൾ അതേസമയം ഈ 5 രൂപ ഒരിക്കുന്ന സമയത്ത് ഈ ടൺ കണക്കിന് ഈ കൃഷിക്കാരൻ്റെ പൈനാപ്പിൾ വാങ്ങി ഹോർട്ടികോർപ്പ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഗോഡൗണുകളിൽ സൂക്ഷിക്കുകയും അതിനൊരു നിശ്ചിത ശതമാനം റെൻറ്റ് കൃഷിക്കാരനോട് ഈടാക്കിയാൽ പോലും അവന് കിലോയ്ക്ക് 10, 30, 35 രൂപ അല്ലെ 40 രൂപ വരെ അവന് അധികം ലാഭമല്ല മുടക്ക് മുതലിനേക്കാളൊക്കെ കൂടുതൽ കിട്ടും. അപ്പം സ്വാമിനാഥൻ കമ്മീഷൻ പറയുന്ന നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ കൃഷിക്കാരൻ കൃഷിയിലോട്ട് തുടർന്നും വരും. ഇന്നിപ്പോൾ ഉള്ളത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ ഇഞ്ചിക്കങ്ങ് വില കൂടിയ ഇഞ്ചിയുടെ വിത്ത് കൂടിയ വിലയ്ക്ക് വാങ്ങി ഇക്കൊല്ലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്ന കൊല്ലം ആകുമ്പോഴേക്കും ഇഞ്ചിയുടെ വില വളരെ പെട്ടെന്ന് താഴോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത വില ഉറപ്പാക്കാനുള്ള നടപടിയും കൂടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഞാനൊരു TV സ്ക്രീനിന് മുന്നിലല്ല ഇരിക്കുന്നതെങ്കിൽ പോലും ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് പങ്കെടുത്ത ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
അതായത് കൃഷിക്കാരന് മാന്യമായ സ്ഥാനം നൽകണം എന്ന് പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം, എൻ്റെ കുട്ടി ഒരു 10-15 വർഷം മുമ്പ് എൻ്റെ മകൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, പപ്പ ഈ മാതാപിതാക്കളുടെ തൊഴിലിൻ്റെ കോളത്തിൽ അപ്പം മാത്രം കൃഷി എന്ന് എഴുതി, അത് വേറെ എന്തെങ്കിലും ആക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനാ മോനെ? അല്ല, ബാക്കിയുള്ളവരെല്ലാം ജോലി ഇതെന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എന്നാൽ നീ വേറെ അപ്പനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് വളരെ ഇതായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതല്ല, നാളെ ഇനി ഞാനൊരു ഇൻഡസ്ട്രി തുടങ്ങിയാൽ പോലും ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരനാണ്, കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് എനിക്ക് സന്തോഷം. പക്ഷേ എനിക്കതിനകത്തൊരു ദുഃഖം, സർക്കാരിൻ്റെ പ്രചരണ മാധ്യമങ്ങളിലൊക്കെ പോലും ഒരു തൊപ്പിപ്പാളെ ഇട്ട് അല്ലെങ്കിൽ ഒരു കലപ്പ തോളെ വയ്ക്കുന്ന കർഷകനാണ് ജനങ്ങളുടെ മനസ്സിലോട്ട് കൊടുക്കുന്ന കൃഷിക്കാരന്റെ സിമ്പൽ. അപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ തൊപ്പിപ്പാളയുടെ ഒക്കെ കാലം കഴിഞ്ഞു. ഇപ്പൊ തൊപ്പിപ്പാളയൊന്നും ഒരു കർഷകനും വെക്കാറില്ല. അല്ല, മാത്രമല്ല ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ കൃഷി പ്രധാനമായി കൊണ്ടുനടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക്. അവർ വളരെ അപ്ഡേറ്റഡ് ആണ്, വളരെ ടെക്കികളാണ്. അവരിലെ ചെറുപ്പക്കാർ ഇറങ്ങുന്നുണ്ട്. ഇവിടെ മാത്രമാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ തൊപ്പിപ്പാളയൊക്കെ വെച്ചിട്ടുള്ള കർഷകന്റെ ഒരു ഇമേജ് കൊടുക്കുന്നത്. അല്ല, ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ ഗോപികൃഷ്ണ. ഞാൻ ഈ കൃഷി സമരവുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചാബിലൊക്കെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ കൃഷിക്കാരൻ, നമുക്കത് പറ്റത്തില്ല, വലിയ 10-150 ഒക്കെ ഏക്കറുള്ള ഗോതമ്പ് കൃഷി തോന്നുന്നത്, അവരൊക്കെ ബെൻസ് കാറാണ് ഓടിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് അത് കൊണ്ടുവന്ന് മാറ്റിയിട്ടിട്ട് അവൻ ട്രാക്ടർ എടുത്തുകൊണ്ട് ഉഴുതാൻ ഇറങ്ങിപ്പോവുക. അപ്പം അങ്ങനെ ഒരു കാലം കേരളത്തിൽ എന്ന് വരും എന്നുള്ളത് എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഇപ്പം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ ചക്ക അതൊക്കെ തമിഴ്നാട്ടുകാരും അല്ല ആന്ധ്രാക്കാരും ഒക്കെ വന്ന് 15 രൂപ 10 രൂപയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ചക്കയുടെ റീറ്റെയിൽ അത് മുറിച്ച് പഴം ആയിട്ട് ഓരോ ചുളയായിട്ട് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് 4000 രൂപ ആകുക. നമുക്ക് 400 രൂപ പോലും കിട്ടുന്നില്ല. അപ്പം ഞാൻ അന്വേഷിച്ചപ്പം തമിഴ്നാട്ടിലൊക്കെ ചക്കയുടെ തൈകൾ, പ്ലാവും തൈകൾ കോടിക്കണക്കിനാണ് തമിഴ്നാട് ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഉള്ള മൂല്യങ്ങൾ, അതായത് ക്യാൻസറിനൊക്കെ നല്ല പ്രതിരോധ ശക്തി നൽകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അത് പ്രൊമോട്ട് ചെയ്യുകയും ആ ചക്ക വിളയിച്ച് അത് ഈ കോൾഡ് സ്റ്റോറേജിൽ വെച്ച് മാർക്കറ്റ് അപ്പാവുമ്പോൾ കൊടുക്കാനുള്ള ഒരു സ്ഥിതിയിലോട്ട് കേരളം വളർന്നാൽ, അല്ലെ ഹോർട്ടികോർപ്പ് പോലെയുള്ള കൃഷി വകുപ്പും ഒക്കെ അങ്ങനെ കർഷകരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അല്ലെ എന്നും നമ്മൾ കർണാടകത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടും ആന്ധ്രയിലോട്ടും ഒക്കെ കൈനീട്ടിയിരിക്കണം. അവർ പറയുന്ന വിലയ്ക്ക് അവരടിക്കുന്ന കീടനാശിനികൾ ഉൾപ്പെടെയുള്ളത് വിഷം ചേർന്നത് നമുക്കും അവർക്ക് കഴിക്കാൻ ജൈവ കീടനാശിനികൾ ചേർത്ത കൃഷി ഉൽപ്പന്നങ്ങൾ അവിടെ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മാറണം. ഇതുകൊണ്ട് കേരളത്തിലെ കൃഷിക്കാരനും നമ്മുടെ ഉപഭോക്താക്കൾക്ക് മാത്രമല്ല, ചെറുകിട കച്ചവടക്കാരൊക്കെ കട പൂട്ടി തുടങ്ങേണ്ട ഒരു സ്ഥിതിയിലോട്ടാണ്. അവൻ്റെ വാടകയിലോ ഇലക്ട്രിസിറ്റി ചാർജിലോ ഒന്നും കുറവില്ല. അവന് കച്ചവടം കുറയുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ വലിയ കടക്കാർ MRP താത്തി വില വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചെറിയ കച്ചവട കേന്ദ്രങ്ങളെ ഉപേക്ഷിച്ച് വലിയ കച്ചവട കേന്ദ്രങ്ങളിലോട്ട് വില കുറച്ച് കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ അങ്ങോട്ടും പോകുന്നു. അപ്പൊ അങ്ങനെ ആ സമൂഹത്തിനും ഇത് വലിയ അപകടകരമാണ്. ആ സംസ്കാരത്തിനും ഒരു മാറ്റം വരേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീമതി ലൈസ സെബാസ്റ്റ്യൻ, ഈ വിപണിയിൽ സർക്കാർ ഇടപെട്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഹോർട്ടികോർപ്പ് പോലെയുള്ള സ്റ്റോളുകളിൽ ചെറിയ വിലയ്ക്ക് സാധനങ്ങൾ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ശ്രീ റിജി ലൂക്കോസ് ഇവിടെ പറഞ്ഞു. അത് മാഡത്തിന് അറിയാമായിരുന്നു? അങ്ങനെ ഒരു ഇടപെടൽ അനുഭവത്തിൽ വരുന്നുണ്ടോ? അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ വീണ്ടും എൻ്റെ പോയിന്റിലേക്ക് തിരിച്ചു വരുവാണ്. ഞാനൊരു കർഷകൻ്റെ മകളായിരുന്നു. ഒരു കർഷകൻ്റെ മകളായതിൽ ഞാൻ അഭിമാനിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് കർഷകരുണ്ടാക്കുന്ന പ്രോഡക്ട്സിന് മതിയായ വില ലഭിക്കുമായിരുന്നു, കർഷകന് മാന്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് കർഷകരുടെ മക്കൾ കൊച്ചുമക്കൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഒരാളും ഇതിനോട് ഇൻട്രസ്റ്റ് കാണിക്കാത്തതിൻ്റെ മുഖ്യ കാരണം അവർക്ക് സമൂഹത്തിൽ ഒരു വിലയില്ല, കർഷകൻ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിന് വില കിട്ടുന്നില്ല, നമ്മൾ കൊടുക്കുന്ന കൂലിച്ചെലവിനും നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്കും വാട്ടർ ബില്ലിനും നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിനും ഒരു വിലയില്ല. ആ ഒരു വ്യവസ്ഥിത മാറി നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് നമ്മുടെ ഇവിടുത്തെ തദ്ദേശീയ സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുത്ത്, ഇപ്പോൾ ചെന്നൈയിലൊക്കെ പോയാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധു വന്നിട്ട് പറഞ്ഞു, ഓരോരുത്തരുടെയും വീടിന് മുമ്പിലുള്ള പോക്കറ്റ് റോഡിൽ കൂടെ വരെ എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇങ്ങനെ തെരുതെരെ വന്നുകൊണ്ടിരിക്കും. അവിടെ കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് പറയാൻ പറ്റില്ല. സുലഭമായിട്ട് പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാനായിട്ട്
കർഷകർക്ക് പ്രോത്സാഹനം കൊടുത്ത് ഇലക്ട്രിസിറ്റി ബില്ല് കുറച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൊടുത്ത് അവരുടെ പ്രോഡക്ട്സ് ഈ പറഞ്ഞതുപോലെ വിറ്റഴിക്കാനായിട്ടുള്ളൊരു ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് നല്ലത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വലിയ വില, സ്ഥിരതയില്ലാത്ത വില, ഒരു സ്ഥിരതയുമില്ല വിലയ്ക്ക്. അപ്പോൾ എന്താ ചെയ്യുക? സാധാരണ ജനങ്ങൾ അതങ്ങോട്ട് ഉപേക്ഷിക്കും. അപ്പോൾ വല്ല സ്ഥലങ്ങളിലുമൊക്കെ മട്ടുപ്പാവിൽ കൃഷിയുണ്ടെന്നും ഒക്കെ പറഞ്ഞാലും സാധാരണ ജനങ്ങൾ ഇതിൽ നിന്ന് അകന്നു പോവുകയാണ്. നമ്മുടെ പുറത്തു പോകുന്ന കൊച്ചുമക്കൾ പറയുന്നത് ആ സ്ഥലത്തിന് ഒരു വേലി കെട്ടി അവിടെ ഇട്ടാൽ ജാതിക്ക ആര് വേണമെങ്കിലും പെറുക്കി കൊണ്ടുപോയിക്കോട്ടെ, വീഴുന്ന തേങ്ങ ആര് വേണമെങ്കിലും പെറുക്കി കൊണ്ടുപോകട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് പോരാനാ പറയുക. അങ്ങനെ ഒരു ട്രെൻഡാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഈ ഏറ്റവും അടുത്ത അതിവിദൂരത്തല്ലാതെ ഗവൺമെൻറ് ഇതിന് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ തരിശു ഭൂമിയായിട്ട് നമ്മുടെ ഇവിടെയുള്ള കൃഷിയിടങ്ങൾ കിടക്കും. ശരി മാഡം, ഓക്കെ. ഡോക്ടർ രാജേഷിലേക്ക് ഞാൻ പോട്ടെ. ഡോക്ടർ രാജേഷ്, ഈ നാണ്യപ്പെരുപ്പം നിരക്ക് കുറയുമ്പോഴും ഈ വില കയറ്റം ഉണ്ടാകുന്നതിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് സ്വാഭാവികമായിട്ട് നമ്മുടെ വിനിമയ ശേഷി കുറയുകയാണല്ലോ ചെയ്യുന്നത്. അതായത് ഡോളറിന് ഇത് കൂടുകയും നമ്മുടെ റുപ്പി ഇതാവുന്നത്, അത് ആഗോള വിപണിയിൽ എക്സ്പോർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് അത് വരുന്നത്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ചില ഇലക്ട്രിസിറ്റി കാര്യങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് പ്ലാനായിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. സബ്സിഡൈസ് ഇത് കൊടുക്കുന്നുണ്ട്. പല പല ആനുകൂല്യങ്ങളും ഉണ്ട്. നമ്മളത് കൃഷിയിടം ഒരുക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ മിനിമം കൂലി വാങ്ങുന്ന ആളുകളുണ്ടല്ലോ, അവര് നമ്മുടെ ഇതിൽ വന്നിട്ട് നമ്മുടെ പറമ്പ് വളരെ ഫ്രീ ആയിട്ട് തന്നെ അവർ നന്നാക്കി കൃത്യമാക്കി തരും. അത് നമ്മൾ കാർഷിക വിളകൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ തരത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഈ കർഷകരിൽ നിന്ന് ഇത് നേരിട്ട് എത്തിക്കുക. അതിൽ നമ്മുടെ കാർഷിക ബില്ലിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ എതിർപ്പുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അനുകൂലമായ കാര്യങ്ങളുണ്ട്. അതായത് കോൺട്രാക്ട് ഫാർമിംഗ് പോലെയുള്ള കമ്പനികൾ തന്നെ ഈ കാർഷിക ഇടങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർഷകർക്ക് ന്യായമായ ഒരു വില കൊടുക്കുകയും അവർക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുകയും അവരിൽ നിന്ന് വിളയെടുക്കുകയും അത് നടത്തുന്ന ഒരു സംഭവം ഫാർമേഴ്സ് ബില്ലിൽ അന്ന് ഗവൺമെന്റ് വിഭാവന ചെയ്തു. അത് ഒരു സക്സസ്ഫുൾ മോഡലായിട്ട് വളർത്താൻ പറ്റും. അപ്പൊ അന്ന് അതിന് എതിർപ്പായിട്ട് പറഞ്ഞത് ഈ തക്കാളി കൃഷിയുടെ പ്രശ്നങ്ങളാണ്. തക്കാളി കൃഷിയുടെ പ്രശ്നം അങ്ങനെ ഉണ്ടായതല്ല. ആക്ച്വലി അത് കമ്പനികൾ അവർക്ക് വില കൊടുത്തപ്പോ, അവരെ സപ്പോർട്ട് ചെയ്തപ്പോ, അവർക്ക് വിപണിയിൽ വേറെ സ്ഥലത്ത് വില കിട്ടിയപ്പോൾ ഇവരെ ഈ കമ്പനിയെ തന്നെ വഞ്ചിച്ച് വേറെ കൊണ്ടായി കൊടുത്തു. അങ്ങനെയാണ് കമ്പനി അവർക്കെതിരെ കേസ് കൊടുക്കുക, പിന്നെ അത് പിൻവലിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അതേപോലെ തന്നെ ഈ മണ്ഡി പോലത്തെ സംവിധാനങ്ങൾ, കർഷകർക്ക് അവർ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ വെച്ച് വിൽക്കാനും നേരിട്ട് പോവാത്തവരും, അത് വിഷമടിക്കാത്ത സാധനമാണെങ്കിൽ വലിയ ഡിമാൻഡാണ്. പ്രത്യേകിച്ച് ചീര പോലത്തെ സാധനങ്ങൾക്കൊക്കെ വലിയ വലിയ വൻ വിപണിയുണ്ട്. അത് അവരെ ബോധ്യപ്പെടുത്തുകയും അവരെ കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതിന് ചില വിഭജന സംഘടനകൾ മുന്നിട്ട് ഇറങ്ങി അതിന് കുറച്ച് പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ രാജേഷ്, ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ പൊതുവിൽ ഈ നമ്മുടെ ഇതിന് അടിസ്ഥാനപരമായി ചില പ്രശ്നങ്ങൾ കേരളം നേരിടുന്നുണ്ട്. അതിന് പരിഹാരം കണ്ടെത്തുമ്പോൾ മാത്രമേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയൂ എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതേസമയം നിലവിൽ ഇപ്പോൾ സാധാരണക്കാർ അനുഭവിക്കുന്ന വിലക്കയറ്റത്തിൽ ഇടപെടൽ നടത്തേണ്ടത് സർക്കാരാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മാർക്കറ്റ് ഇന്റർവെൻഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിൻ്റെ ആഘാതം വളരെ ചെറിയ രീതിയിലേക്ക് കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.